So I'm back with another Get Ready With Me. This is Epilinoന്റെ ഒരു മോയ്സ്ചറൈസിങ് ലോഷനാണ്. ഇറ്റ് ഈസ് എ ലോഷൻ കൈൻഡ് ഓഫ് എ മോയ്സ്ചറൈസിങ് ക്രീം. എനിക്കിത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതാണ് ആസ് ഐ ഹാവ് എ വെരി സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട്. സോ ഐ ജസ്റ്റ് റിയലി ലവ് ഹൗ ദിസ് ഫീൽസ് ഓൺ മൈ സ്കിൻ. അത് ഞാൻ നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് എൻ്റെ ഫേസിലോട്ടേക്ക്, ബിക്കോസ് ഐ വാണ്ടഡ് ലിറ്റിൽ ബിറ്റ് ഓഫ് മോയ്സ്ചറൈസിങ് ഓൺ മൈ ഫേസ്. ആഫ്റ്റർ ദാറ്റ് ഞാൻ പാക്കിൻ്റെ ഒരു പ്രൈമർ യൂസ് ചെയ്യുകയാണ് ഓൺ മൈ നോസ്, ടീ സോൺ, പിന്നെ എവിടെയൊക്കെ സ്വെറ്റ് ആൻഡ് പോൾസ് ഒക്കെ ഉണ്ട് അവിടെയൊക്കെ ഞാനിത് യൂസ് ചെയ്യുകയാണ്. ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്രൈമർ വേണമെങ്കിൽ പറയാം. സോ വെൻ യു അപ്ലൈ എ പ്രൈമർ യു വാണ്ട് ഇറ്റ് ആസ് എ ഷീൽഡ്. മറ്റേ മോയ്സ്ചറൈസിങ് ക്രീം നമ്മൾ മസാജ് ചെയ്ത് ഉള്ളോട്ട് കൊണ്ടുപോകില്ലേ, അതുപോലെ നമുക്ക് വേണ്ട. ഇത് ജസ്റ്റ് ഒരു ഷീൽഡായാൽ മതി. പാക്കിൻ്റെ സെറ്റിംഗ് സ്പ്രേ ഞാൻ ആദ്യം ഉപയോഗിക്കുകയാണ്. ബിക്കോസ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ മേക്കപ്പ് ഓൾ ഡേ ലാസ്റ്റ് ആകുന്നുണ്ട്. ആൻഡ് ദെൻ ഗോയിങ് ടു ബ്ലെൻഡ് ദ ഹോൾ തിങ് വിത്ത് ദിസ് ബ്യൂട്ടി ബ്ലെൻഡർ. ഞാനിത് 1 full day ഞാനൊരു മഗ്ഗിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഗോയിങ് ഫുള്ളി ഓൺ മൈ ഫേസ്. നിങ്ങൾ എത്ര കൂടുതൽ ടൈം നിങ്ങൾ ബ്യൂട്ടി ബ്ലെൻഡർ വെള്ളത്തിലിട്ട് വെക്കുന്നോ, സോക്ക് ചെയ്ത് വെക്കുന്നുണ്ടോ, അത്രയും നല്ല സീംലെസ് ആയിട്ട് നിങ്ങളെ മേക്കപ്പ് ഉണ്ടാവും. ബ്യൂട്ടി ബ്ലെൻഡറിനെ കൊണ്ട് ഫുള്ളായിട്ട് ഇത് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നത് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു സ്പ്രേ ഇട്ടില്ലേ, അത് എല്ലായിടത്തും ഒരേപോലെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മേലെ ഞാൻ പാക്കിൻ്റെ ടേക്ക് കവർ കൺസീലർ യൂസ് ചെയ്യാണ്. ഫൗണ്ടേഷൻ ഇല്ലാത്തൊരു മേക്കപ്പ് തന്നെയാണിത്. സോ ജസ്റ്റ് കൺസീലർ യൂസ് ചെയ്യുകയാണ്. ഐലിഡ്, നോസ്, ആൻഡ് ദെൻ നോസ് എന്ന് പറയുമ്പോൾ ടീ സോൺ ഏരിയ, അതായത് ഫോർഹെഡൊക്കെ വരും അതിൽ. പിന്നെ ചിൻ, എവിടെയൊക്കെയാണ് ഹൈ പോയിൻറ്റ്സ് ആൻഡ് കവറൊക്കെ ചെയ്യേണ്ടത് അവിടെയൊക്കെ ഞാനിത് യൂസ് ചെയ്യാണ്. ചിൻ്റെ ബ്യൂട്ടി ബ്ലെൻഡറിനെ കൊണ്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്യാണ്. നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്താൽ നമുക്കൊരു സീംലെസ് ആയിട്ടുള്ളൊരു ഫിനിഷ് കിട്ടും. ഒരു സ്കിൻ ലൈക്ക് ഫിനിഷ് ഉണ്ട്. നമ്മൾ കണ്ണിലെങ്ങനെ കൺസീലർ ഇടുന്നതെന്ന് വെച്ചാൽ ഐ യൂസ് ഇറ്റ് നമ്മൾ ഡിസ്കളറേഷൻ പോകാൻ ഒന്ന്, രണ്ടാമത്തത് നമ്മൾ ഐ ഷാഡോ നല്ലോണം പോപ്പപ്പ് ചെയ്ത് കാണാനാണ്. ദെൻ ആഫ്റ്റർ ദാറ്റ് ഐം ഗോണ ടേക്ക് ദിസ് മാക്കിൻ്റെ കോമ്പാക്ട് പൗഡർ ഫുള്ളായിട്ട് ഫേസ് സെറ്റ് ചെയ്യുകയാണ് അതിൽ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഐം ഗോണ ടേക്ക് ദി ഐ ഷാഡോ ഫ്രം ദി ഹുദ ബ്യൂട്ടി. അതിൻ്റെ ട്രാൻസിഷൻ ഷെയ്ഡായിട്ട് ഞാൻ ഈ പാലറ്റിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചൊരു ഷെയ്ഡാണിത്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ പീച്ചിഷ് ബ്രൗൺ, നല്ല ന്യൂഡ് ഷെയ്ഡാണ്. എൻ്റെ ഒരു ട്രാൻസിഷൻ ഷെയ്ഡായിട്ട് ബെസ്റ്റാണ്. ലൈക്ക് ഏതൊരു ഔട്ട്ഫിറ്റ്, ഏതൊരു മേക്കപ്പിനും ദിസ് ഈസ് ദി ബെസ്റ്റ്. അങ്ങനെ ഇത് ഫുള്ള് ലിഡിനിട്ടതിന് ശേഷം ഈ ഒരു ഹൃദയ ബ്യൂട്ടീൻ്റെ നിങ്ങളുടെ കയ്യിലുള്ള ഏത് പാലറ്റാണെങ്കിലും കുഴപ്പമില്ല, ഈ ഒരു ഡാർക്കസ്റ്റ് ബ്രൗൺ ഷെയ്ഡ് ഞാൻ യൂസ് ചെയ്യുകയാണ്. അത് വി ഷേപ്പ് പോലെയാണ് ഞാൻ ചെയ്യുന്നത്, അതായത് ഔട്ടർ കോർണേഴ്സിൽ മാത്രം. പിന്നെ ലൈനറിന് പകരം ഞാനിത് ഈ ഒരു ഷെയ്ഡ്, ഈ ഒരു ഡാർക്കസ്റ്റ് ബ്രൗൺ ഷെയ്ഡ് ഐലൈനറിനെ പോലെ ജസ്റ്റ് ആ ഒരു ക്ലോസ് ടു മൈ ലാഷ് ലൈൻ നല്ല അതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞാൻ ഈ ഒരു ഗ്രേ കൈൻഡ് ഓഫ് ഷെയ്ഡ് പ്ലസ് എ ബ്രൗൺ ഷെയ്ഡ് ഇത് രണ്ടെടുത്തിട്ട് ഐബ്രോസിന് ഇട്ട് കൊടുക്കുകയാണ്. വെരി ലൈറ്റ് ഹാൻഡഡ്ലിയാണ് ഞാൻ ചെയ്യുന്നത്. ഐ നോർമലി ഡോണ്ട് ഡു മൈ ഐബ്രോസ്, ബട്ട് ദെൻ ഇപ്രാവശ്യം ഒന്ന് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു, ബിക്കോസ് ദർ ഇസ് നോ മച്ച് മേക്കപ്പ് ഓൺ മൈ ഫേസ്. So I thought of trying this out and this came out really well actually. Eyebrow പെൻസിലിൻ്റെ സ്പൂളിനെ കൊണ്ട് I'm just going to brush my eyebrows. ഇത് ആക്ച്വലി ഫസ്റ്റാണ് ചെയ്യേണ്ടത്, ബട്ട് ദെൻ ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ചെയ്തത്. ദെൻ ടു ഹൈലൈറ്റ് മൈ ഐബ്രോ ഞാൻ ഈ ഒരു ലൈറ്റസ്റ്റ് ഷെയ്ഡ് ഫ്രം ദിസ് പാലറ്റ് ഞാൻ എടുത്തിട്ട് ഐബ്രോസിൻ്റെ ജസ്റ്റ് താഴെ അത് ഇട്ട് കൊടുക്കുകയാണ്. ലൈക്ക് മോസ്റ്റ് ഓഫ് യു ഓൾ നോ, ബട്ട് ദെൻ നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഐബ്രോസ് ഒന്ന് എടുത്ത് കാണിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഷുഗറിൻ്റെ ഒരു കോൺടോർ പാലറ്റിലെടുത്ത് കോൺടോറിങ് ചെയ്യുകയാണ് ഓൺ മൈ ചീക്സ്, ചിൻ, നോസ്, ഫോർഹെഡ് ആൻഡ് ദെൻ ഡബിൾ ചിന്നൊക്കെ പോയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഫുള്ളായിട്ട് കോമ്പാക്റ്റ് യൂസ് ചെയ്തില്ല, അപ്പോൾ ഒരു ഫ്ലാറ്റ് ഫിനിഷ് ഉണ്ടാവുമല്ലോ, അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടൊന്ന് ഡെഫിനിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കോൺടോറിങ് ചെയ്യുന്നത്. ആൻഡ് ദെൻ ടേക്കിംഗ് ദിസ്, നേരത്തെ ഞാൻ എൻ്റെ ഐ ഷാഡോയിൽ യൂസ് ചെയ്തൊരു ബ്രഷായിരുന്നു. വാട്ട് എവർ ഇസ് ലെഫ്റ്റ് ഔട്ട് ഇൻ ദിസ് ബ്രഷ് ഐം ഗോയിങ് ടു ടേക്ക് ഇറ്റ് ഡൗൺ ടു ദി ലാഷസ്, ഡൗൺ ലാഷസിലേക്ക് യൂസ് ചെയ്യാണ്. ഡൗൺ ലാഷസ് അല്ല, അതിൻ്റെ താഴത്തെ ഭാഗത്തായിട്ട് ഉപയോഗിക്കുകയാണ്. ആൻഡ് ദെൻ ടേക്കിംഗ് ദിസ് ബ്രൗൺ പെൻസിൽ, അത് കണ്ണിൻ്റെ ക്ലോസ് ടു മൈ ലാഷ് ലൈനിൽ ഇട്ടതിന് ശേഷം ഈ ഒരു
സ്പോഞ്ച് പോലത്തെ ഒരു സാധനം കൊണ്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ലോറിയൽ പാരീസിൻ്റെ വോളുമിനൈസ് മസ്കാര എടുത്ത് മസ്കാര ഇട്ട് കൊടുക്കുകയാണ് ഓൺ മൈ ലാഷസ്, അപ്പർ ലാഷസ്, ലോവർ ലാഷസ്. സ്റ്റാർട്ടിങ് ഞാൻ ഇതൊരു ഹാക്കായിട്ടാണ് ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. സോ ഐ തോട്ട് ഓഫ് ട്രൈയിങ് ദിസ് ഔട്ട്. ഈ ഒരു കൈൻഡ് ഓഫ് തിങ് ഞാൻ ട്രൈ ചെയ്താന്ന് വിചാരിച്ചു. നോട്ട് ബാഡ് ആക്ച്വലി ഈ ഹാക്ക് യൂസ് ചെയ്യാന്നുള്ളൂ. ബിക്കോസ് കൂടുതൽ പ്രോഡക്റ്റൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ. സോ ആഫ്റ്റർ ദാറ്റ് ഈ ഒരു സ്പൂളിനെ കൊണ്ട് എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു സ്പൂളിനെ കൊണ്ട് ഒന്നും കൂടി ലാഷസിൻ്റെ മേലെ കോംബ് ചെയ്ത് കൊടുക്കുന്നത്. ആൻഡ് ഡൗൺ പാർട്ട് ഓൾസോ. ആൻഡ് വാട്ട് എവർ ഈസ് ലെഫ്റ്റ് ഔട്ട് ഇൻ ദാറ്റ് അത് ഞാൻ എൻ്റെ ഐബ്രോസിലേക്ക് യൂസ് ചെയ്യുകയാണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഐം ഗോണ ടേക്ക് ദിസ് കളർപോപ്പിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇറ്റ് ഈസ് very beautiful shades. It's more like to the burgundy dark color ആണ്. അത് ചീക്സ്, ചിൻ ആൻഡ് നോസ് അവിടെ ഇട്ടതിന് ശേഷം മേബിലിൻ്റെ ന്യൂഡ് നുവാൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ന്യൂഡ് ഷെയ്ഡ് എടുത്ത് അതുപോലെ തന്നെ എവിടെയൊക്കെ ഈ ലിപ്സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ യൂസ് ചെയ്യാണ്. ബിക്കോസ് ഡൂയിങ് ദാറ്റ് മറ്റേ കളർ നല്ലോണം പോപ്പപ്പ് ചെയ്യുന്ന കാണുന്നുണ്ട്. ഇത് രണ്ട് മിക്സ് ചെയ്ത് ഇടുമ്പോൾ നല്ലൊരു ഷെയ്ഡായിട്ടാണ് കിട്ടുന്നത്. സോ ദിസ് ഈസ് മൈ ക്രീം ബ്ലഷ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് ദെൻ വിത്ത് ദി ബ്യൂട്ടി ബ്ലെൻഡ് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആസ് ഐ ടോൾഡ് യു, നമ്മൾ ബ്യൂട്ടി ബ്ലെൻഡറിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു നാച്ചുറൽ ഫിനിഷാണ് നമുക്ക് കിട്ടുക. ഞാൻ ഫുൾ ഫേസ് ഈ ഒരു ബ്യൂട്ടി ബ്ലെൻഡറിലാണ് യൂസ് ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം അതിനൊന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പൗഡർ ബ്ലഷ് യൂസ് ചെയ്യുകയാണ്. ഫോറെവർ 52ൻ്റെ ഈ ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ ഭയങ്കര വൈബ്രൻറ്റ് പിങ്കാണ്. ഒരു നല്ലൊരു പിങ്കാണ്. ആസ് യു ക്യാൻ സീ, ഞാൻ അതിൻ്റെ മേലെ ടോപ്പ് ചെയ്ത് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, അത്ര വൈബ്രൻ്റ് അല്ല. ബട്ട് ദെൻ ഇൻ ദ പാൻ ഭയങ്കര വൈബ്രൻ്റ് ആയിട്ട് കാണുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഹൈലൈറ്റർ ചെയ്യാണ്. ഹൈലൈറ്റിങ് യൂസിങ് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ പ്രഷ്യസ് പെറ്റൽ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. കൂടുതൽ ചങ്കി ഒന്നും അല്ല അത്, അതുകൊണ്ട് തന്നെ നല്ല ഫിനിഷ് തരുന്നുണ്ട് ഇത് ഞാൻ എൻ്റെ ചീക്സിൻ്റെ അവിടെയും ചിൻ വാട്ട് എവർ ഇസ് ലെഫ്റ്റ് ഔട്ട്, നോസിൻ്റെ ബ്രിഡ്ജിൽ ചിൻ ആൻഡ് ദെൻ നെക്ക് പോർഷൻ ഒരിക്കലും മറക്കരുത്. വി നോർമലി ഡോണ്ട് പുട്ട്, ബട്ട് ദെൻ അവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഷൈനാണ് കിട്ടുക. പിന്നെ ഈ ഒരു കൺസീലർ വെച്ചിട്ട് ഞാൻ എൻ്റെ ലിപ്സിൽ കൺസീൽ ചെയ്യാണ്. ആസ് ഐ ഹാവ് എ ലോട്ട് ഓഫ് ഡിസ്കളറേഷൻ, അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് കൺസീലർ വെച്ചിട്ട് ഫുൾ ലിപ്സ് ഒരു ഷെയ്ഡാക്കുകയാണ്. ലൈക്ക് ഡിസ്കളറേഷൻ ആണല്ലോ, അപ്പോൾ എല്ലാം കൂടിയിട്ട് ഒറ്റൊരു ഷെയ്ഡാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഷെംബോറിൻ്റെ ഈ ഒരു ലിപ്പ് ലൈനർ BR01 എന്ന് പറയുന്ന ഒരു ലിപ്പ് ലൈനർ യൂസ് ചെയ്യുകയാണ്. ഇറ്റ് ഈസ് സപ്പോസ് ടു ബി ആക്ച്വലി എ ന്യൂഡ് ആയിട്ടുള്ളൊരു ഷെയ്ഡ്, ബട്ട് ദെൻ ഇറ്റ് ഈസ് ന്യൂഡ് ഇൻ എ ഡാർക്കർ വേർഷൻ. കുറച്ചൊരു പിങ്കി ബ്രൗൺ പോലത്തെ ഒരു നല്ലൊരു ലിപ്പ് ലൈനറാണ്. അത് വെച്ചിട്ട് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇറ്റ്സ് എ വെരി ബട്ടറി വെൽവെറ്റി കൈൻഡ് ഓഫ് എ ഫിനിഷ്. അത് ഫുള്ളായിട്ട് ഞാൻ ഇങ്ങനെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് ഫില്ല് ചെയ്തിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം നൈക്കൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക് ഫ്രം മൊണോലിസ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡ്. ഇറ്റ്സ് എ ന്യൂഡ് പിങ്ക് ഷെയ്ഡ്. അപ്പോൾ അതിൻ്റെ മേലെ ഞാൻ ആ ലിപ്പ് ലൈനറിൻ്റെ മേലെ ഈ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ് ടു ഗെറ്റ് ദാറ്റ് പിങ്കി എഫക്റ്റ്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒരു പീച്ച് വേണം തോന്നി. അപ്പോൾ ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക് ബ്ലോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. സോ യു ക്യാൻ സി, ബ്ലോട്ട് ചെയ്തതിന് ശേഷം ഇത്ര ലിപ്സ്റ്റിക് ഇതിൽ വന്നിട്ടുണ്ട്. ആ കഴിഞ്ഞതിന് ശേഷം ഷുഗറിൻ്റെ ഒരു ലിപ്സ്റ്റിക് ഉണ്ട്. ദാറ്റ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ്. ഇറ്റ്സ് ഇൻ ദ ഷെയ്ഡ് ബ്രൗണിങ് ഗ്ലോറി. നല്ലൊരു ഷെയ്ഡാണ്. ഇഫ് യു വോണ്ട് ടു ഹാവ് സംതിങ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പീച്ച് ബ്രൗൺ പോലത്തെ ഒരു ന്യൂഡ് ഷെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദിസ് വൺ. അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ബ്രൗൺ ലിപ്പ് ലൈനർ വെച്ചിട്ട് ലിപ്സ് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഷാർപ്പനർ എടുക്കാൻ മറന്നു, അതായിരുന്നു ഞാൻ ഷാർപ്പൻ ചെയ്യാണ്ട് അത് ലിപ്സിനിടുന്നത്. സോ ഇഫ് യു ഹാവ് എ ഷാർപ്പനർ യു ക്യാൻ യൂസ് ദാറ്റ്. ഈ ഒരു ലിപ്പ് ലൈനറിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. I bought it very long back and it's a must to have a lip liner like this brown color. So അങ്ങനെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു, ഹെയർ സ്റ്റൈലൊക്കെ കുറച്ച് ചെയ്തു. And then this is my outfit and my makeup, how it looks. So if you like my video, give this video a thumbs up, and for more such videos keep watching Thara Voice.